ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് എൻ്റെ രീതിക്കുള്ള ബീഫാണ്. നിങ്ങളെങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ തോന്നിയൊരു ടൈമാണ് ഇത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ബീഫ് അതിൽ. അപ്പോൾ കരുതി എന്നാൽ പിന്നെ ബീഫും കപ്പയാക്കാന്ന്. അങ്ങനെ കപ്പേൻ്റെ പരിപാടി അമ്മ നോക്കി, ബീഫിൻ്റെ പരിപാടി ഞാനും നോക്കി. അല്ലെങ്കിൽ ഈ കപ്പ, പൊറോട്ട, പുട്ട് ഇതിനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. പൊതുവേ ഞാനൊരു ഫുഡ് പ്രേമിയല്ല, പക്ഷേ ബീഫും പൊറോട്ടയും അതെൻ്റെ മാസ്റ്റർ പീസാണ്. അത് ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യുക എന്നാ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിക്ക് ബിരിയാണി അല്ലെങ്കിൽ ബീഫും പൊറോട്ടയും. അതിനപ്പുറത്തേക്കൊരു ഓപ്ഷൻ എൻ്റെ ജീവിതത്തിലില്ല കേട്ടോ. ഈ മന്തിയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ കഴിക്കുമെന്നല്ലാതെ എനിക്കിങ്ങനെ അത് കഴിച്ചാൽ എനിക്കൊരു സംതൃപ്തി എന്ന് പറയില്ല, അതെനിക്ക് കിട്ടൂല. ഈ ഒരു കാലത്ത് മന്തി കഴിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മന്തി കഴിക്കൂല എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ജനിച്ചത് ഞാനൊരു 2K കിഡ്സ് ആയിട്ടാണെങ്കിലും മന്തിന്റെ കാര്യത്തിൽ ഞാൻ 90 കിഡ്സ് ആണ്. അതെന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇതിന്റെ റെസിപ്പി പറയാനൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ രീതിക്കുള്ള ബീഫാണ്. പിന്നെ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത്രയേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് കുറച്ച് വറ്റിച്ചെടുത്ത് പിന്നെ അടപ്പ് മാറ്റിയിട്ട് നല്ലോണം വറ്റിച്ചെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ട് ഇപ്പോൾ ഫൈനലി ഇതാണ് ലുക്ക് വരുന്നത്. ഇത് കപ്പയുടെ കൂടെ കഴിച്ചവരുണ്ട്, ചോറിന്റെ കൂടെ കഴിച്ചവരുണ്ട്. ഞാൻ എന്തായാലും ചോറിന്റെ കൂടെ ആയിട്ടാണ് കഴിച്ചത്. സംഭവം എന്തായാലും സക്സസ് ആയി, അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.